أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم أعهد إليكم يا بني آدم ألا تعبدوا الشيطان إنه لكم عدو مبين وأن اعبدوني هذا صراط مستقيم. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ബഹുമാനികളെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഇവിടെ നമ്മുടെ വഅളിന്റെ പരിപാടിയുടെ തുടക്ക ദിവസമാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ബഹുമാനപ്പെട്ട ജമലുല്ലൈലി തങ്ങളവറുകളുടെ ആക്സിഡന്റ് മരണവുമായി ബന്ധപ്പെട്ട് മഹാനവറുകളുടെ മയ്യിത്ത് നിസ്കാരത്തിലും മറ്റും പങ്കെടുക്കൽ അനിവാര്യമായതുകൊണ്ട് നേരത്തെ സംഘാടകൻ എന്ന നിലക്ക് എത്തിച്ചേരേണ്ട എനിക്ക് എത്താൻ അല്പം വൈകി. അതിൽ നാട്ടുകാരോടും രക്ഷിതാക്കളോടും എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് മരിച്ചുപോയ എല്ലാ ആളുകൾക്കും എല്ലാ സയ്യിദന്മാർക്കും ആലിമീങ്ങൾക്കും എല്ലാം അല്ലാഹു പുറത്തു തീരുമാറാകട്ടെ. അവരെയും നമ്മയും എല്ലാം അല്ലാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. കഫാ ബിൽ മൗതി മൗഇദ. ഏറ്റവും വലിയ വഅദ് മരണമാണ്. അതിനേക്കാൾ വലിയ ഒരു വഅദ്, വലിയൊരു ഉപദേശം വേറെ ലോകത്ത് ഇല്ല. ഏറ്റവും വലിയ ഉപദേശം മരണമാണ്. പെരിങ്ങത്തൂരിൽ മുമ്പ് വലിയൊരു സമ്മേളനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ സമ്മേളനത്തിൽ വെച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പണ്ഡിതൻ മരണപ്പെട്ടു പോയതായി മുമ്പ് കേട്ടിട്ടുണ്ട്. വഅദ് പറയുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വഅദ് പറയുന്നത് തീർക്കുന്നത് വരെ
ഗ്യാരണ്ടി വാവ് പറയുന്നവന് ഇല്ല, വാവ് കേൾക്കുന്നവർക്കും ഇല്ല. കടവത്തൂരിൽ ഞാനൊരിക്കൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് പെട്ടെന്ന് വാവ് കേട്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരാൾ മരണപ്പെട്ടുപോയി. ഞാൻ ആ വാവ് നിർത്തി അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയത് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. അതുപോലെ ഏതു മനുഷ്യനും 2 ദിവസം മുമ്പ് ബഹുമാനപ്പെട്ട മാനു മുസ്ലിയാർ പെട്ടെന്ന് മരണപ്പെട്ടുപോയി. ആരോഗ്യം നേരത്തെ കുറവാണെങ്കിലും അല്ലാഹു എല്ലാവർക്കും പുറത്തു കൊടുക്കുമാറാകട്ടെ. മനുഷ്യർ എപ്പോഴും ഏത് മനുഷ്യനും ആലോചിക്കേണ്ട ഏറ്റവും വലിയ കാര്യം മനുഷ്യന്റെ നേരെ മുന്നിൽ മരണം നിൽക്കുന്നു എന്നതാണ്. അത് ഏത് സമയത്താണ് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് ഒരു വിവരവും മുൻകൂട്ടി ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ ഏറ്റവും കൂടുതൽ ആലോചിക്കേണ്ടത് ഭാവിയെ സംബന്ധിച്ചാണ്. കഴിഞ്ഞതിനെ സംബന്ധിച്ച് ആലോചിച്ചതുകൊണ്ട് കാര്യമില്ല. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഏതായിരുന്നാലും അങ്ങനെ അങ്ങ് നടക്കും. ഇനി എന്ത് എന്നതിനെ സംബന്ധിച്ചാണ് ഏതൊരു മനുഷ്യനും ചിന്തിക്കേണ്ടത്. ഇനി എന്ത് എന്ന വിഷയത്തിൽ മനുഷ്യന് പിന്നീട് പരിഹരിക്കാൻ കഴിയാത്ത ജീവിതമാണ് മരണത്തോടുകൂടെ സംഭവിക്കുന്നത്. അത് ഏത് സമയത്തും സംഭവിക്കാം എന്നതുകൊണ്ട് തന്നെ ബുദ്ധിയും വിവരവും ചിന്തയും ഉള്ള വിശ്വാസമുള്ള മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആലോചിക്കേണ്ടത് മരണത്തെ സംബന്ധിച്ചാണ്. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അക്സിറൂ ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, സർവ രസങ്ങളെയും സർവ സുഖങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ നിങ്ങൾ വർദ്ധിപ്പിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. സഹോദരന്മാരെ, ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രസംഗം തീരുന്നതിനിടയിൽ ബഹുമാന ഖലീൽ തങ്ങൾ അവറുകളും ഇവിടെ എത്താൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. അതുകൊണ്ട് ഒരല്പസമയം സംസാരിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും. മഹാനായ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ കഅബ ശരീഫിന്റെ സമീപത്ത് ഒരു ദിവസം വന്നു. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ, സഹാബികളുടെ കൂട്ടത്തിൽ ഒരു പ്രഗത്ഭനായ സഹാബിയാണ്. ആ മഹാനായ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു മറ്റൊരു മനുഷ്യനെ സംബന്ധിച്ച്, അദ്ദേഹത്തിന്റെ ഒരു അടിമയെ സംബന്ധിച്ച് ഒരു ദിവസം ഇന്നകംറും ഫീക ജാഹിലിയ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനവറുകളോട് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം സംഭവിച്ചിരുന്നു. കാരണം സ്വന്തം അടിമ, സ്വന്തം ജോലിയെടുക്കുന്ന ഭൃത്യൻ, ആ അടിമയോട് അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു യബ്ന സൗദാ, കറുത്തവളുടെ മകനെ എന്ന് വിളിച്ചുപോയി. വാസ്തവത്തിൽ ഒരു മനുഷ്യനും ഇഷ്ടപ്പെടാത്ത വാചകങ്ങൾ ആരെയും വിളിക്കാനോ പറയാനോ പരിശുദ്ധ ഇസ്ലാമിൽ പാടില്ല. അഥവാ ഇനി ഒരു മനുഷ്യൻ ഇങ്ങോട്ട് വിളിച്ചാൽ അത്ര തന്നെ അങ്ങോട്ട് പറയാം എന്നതിൽ കവിഞ്ഞ് പരിശുദ്ധ ഇസ്ലാമിൽ ജായിസേ അല്ല, അനുവദനീയമേ അല്ല. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത്, മഹാനവറുകൾ ദീനീ പ്രബോധന പ്രവർത്തനം നടത്തുന്ന കാലത്ത് രാജ്യം ഭരിച്ചിരുന്ന ഒരു ഭരണാധികാരി, അദ്ദേഹം ഭരണം നടത്തുമ്പോൾ വലിയ തീവ്രവാദികളായ കുറെ ജനങ്ങളുണ്ടായി. ആ തീവ്രവാദികൾ ഭരണാധികാരിയെ പലപ്പോഴും പുളിച്ച ചീത്ത പറയും, റോട്ടുമ്മലിറങ്ങിയിട്ട് പലപ്പോഴും കുറ്റം പറയും, പലതും പറയും. ആ സമയത്ത് അവരെ അറസ്റ്റ് ചെയ്യുകയും വധശിക്ഷ നടപ്പാക്കുകയും ചെയ്യുന്നതിനെതിരെ മഹാനായ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു പലപ്പോഴും പറയും, എത്ര തന്നെ ചീത്ത പറഞ്ഞാലും എത്ര തന്നെ തെറി പറഞ്ഞാലും അവരെ നിങ്ങൾ വധിക്കരുത്. അവർക്ക് നിങ്ങൾ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകുകയും അതുപോലെ വേണ്ടി വന്നാൽ അനുയോജ്യമായ ശിക്ഷ നൽകുകയും അല്ലാതെ നിങ്ങളെ ചീത്ത പറഞ്ഞതിന്റെ പേരിലും കുറ്റം പറഞ്ഞതിന്റെ പേരിലും നിങ്ങൾ വധിക്കരുത് എന്ന് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു സാധാരണ പറയാറുണ്ട്.
ഒരു ദിവസം അതിലുള്ള ഒരു വലിയ ഭീകരവാദിയെ പിടിച്ചുകൊണ്ടുവന്ന് ഭരണാധികാരിയുടെ മുന്നിൽ ഹാജരാക്കിയപ്പോൾ രാജാവിന്റെ മുഖത്തു നോക്കി പുളിച്ച ചീത്ത പറഞ്ഞു ഈ മനുഷ്യൻ. അപ്പൊ രാജാവ് പറഞ്ഞു, എത്ര എന്ത് ചെയ്താലും ഇവരെ കൊല്ലരുത് എന്ന് പറയുന്ന ഒരു മുസ്ലിയാരുണ്ട്, അയാളെ പിടിച്ചുകൊണ്ടുവരണം. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പിടിച്ചുകൊണ്ടുവന്നു. അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച് രാജാവിനെ വളരെ മോശമായ നിലയ്ക്ക് ചീത്ത പറയുന്നത് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു കേട്ടു. മുഴുവൻ കേട്ടതിന് ശേഷം ചോദിച്ചു, ഞാൻ ഇയാൾ എന്ത് ചെയ്യണം? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഒന്നും പറയാതെ മൗനം ദീക്ഷിച്ചു. പറഞ്ഞാൽ രാജാവിന് ഇഷ്ടപ്പെടൂല, ഉള്ളതുപോലെ പറഞ്ഞാൽ ഇഷ്ടപ്പെടൂല. നിർബന്ധിച്ച് പറഞ്ഞു, എന്ത് ചെയ്യണമെന്ന് ഇപ്പോൾ പറയണം. നിങ്ങൾ എന്നെ പറഞ്ഞത് മുഴുവൻ നിങ്ങൾ കേട്ടിട്ടുണ്ട്, എന്ത് പറയും? ഇപ്പൊ പറയണം, ഇല്ലെങ്കിൽ നിങ്ങളെ ശിക്ഷിക്കും. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, രാജാവേ, നിങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞത് എത്രയാണോ അത്ര അങ്ങോട്ടും പറയാം. ഇങ്ങോട്ട് പറഞ്ഞ അത്ര നിങ്ങൾക്ക് അങ്ങോട്ടും പറയാം, അതിലപ്പുറം പാടില്ല എന്ന് പറയും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇതൊരു അടിമയാണ്. ആ അടിമ ഒന്നും അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു ഇങ്ങോട്ട് പറഞ്ഞിട്ടില്ല. പക്ഷേ എന്തോ ഒരു കാര്യത്തിന് ദേഷ്യം പിടിച്ചപ്പോ ഇബ്നു സൗദ, കർത്തവന്റെ മകളെ എന്ന് വിളിച്ചു, കർത്തവളുടെ മകനെ എന്ന് വിളിച്ചു. അത് അദ്ദേഹത്തിന്റെ മനസ്സിൽ വേദനയുണ്ടാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രദ്ധയില്ലത് പെട്ടപ്പോൾ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നമ്മുടെ സഹോദരന്മാരെ പോലെയാണ് നമ്മുടെ കൂടെയുള്ള അടിമകളും സർവന്റുകളും ജോലിക്കാരുമൊക്കെ. ഒരിക്കലും അവരോട് അപമര്യാദയായി സംസാരിക്കാനോ പെരുമാറാനോ പാടില്ല. ഇന്നകംറും ഫീക ജാഹിലിയ, നിങ്ങളിൽ ജാഹിലിയ കാലത്തുള്ള ചില സ്വഭാവം നിലനിൽക്കുന്നുണ്ടെന്നാണ് ഈ വാക്കറിയിക്കുന്നത് എന്ന് പറഞ്ഞു. അതിനുശേഷം സ്വന്തം അടിമക്ക് സ്വന്തം കഴിക്കുന്ന ഭക്ഷണം തന്നെ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു കൊടുക്കും. സ്വന്തം ധരിക്കുന്ന അതേ വസ്ത്രത്തിന്റെ അതേ തുണി കൊണ്ട് തന്നെ സ്വന്തം അടിമക്ക് വസ്ത്രം നൽകും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഭാവം പഠിപ്പിച്ചു കൊടുത്തതിനാൽ സ്വന്തം അടിമയെ സ്വന്തം സഹോദരനെ പോലെ, സ്വന്തം ശരീരം പോലെ കണ്ടുകൊണ്ട് ജീവിച്ച വലിയ സംസ്കാരം പുലർത്തിയ മഹാനാണ് അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു. പക്ഷേ സാമ്പത്തികമായി കൂടുതൽ സമ്പാദിക്കുന്ന ആളുകളോട് ധാരാളമായി ധർമ്മം ചെയ്യാൻ വളരെ ശക്തിയായ ഭാഷയിൽ സംസാരിച്ചുകൊണ്ടേയിരിക്കും. ആ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു ഒരു ദിവസം കഅബ ശരീഫിന്റെ സമീപത്ത് വന്ന് നിന്നുകൊണ്ട് പറഞ്ഞു, എന്നെ അറിയുന്നവർക്കെല്ലാം എന്നെ അറിയാം, അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഞാൻ പറയാം, ഞാൻ ജുന്ദുബ് ഇബ്നു ജുനാദത്ത് ഗിഫാരി അബൂദർ ഗിഫാരിയാണ് ഞാൻ. നിങ്ങൾ വരൂ, ഹലുമു ഇലാ അഖിൻ നാസിഹിൻ ശഫീഖിൻ ലക്കും അലൈക്കും. നിങ്ങളുടെ ഒരു സഹോദരനാണ് ഞാൻ, നിങ്ങളോട് എനിക്ക് മനസ്സിന്റെ ഉള്ളിൽ അങ്ങേയറ്റത്ത് താല്പര്യമാണ്, നിങ്ങളുടെ ഗുണകാംക്ഷ മാത്രമാണ് എന്റെ മനസ്സിലുള്ളത്. ഞാൻ നിങ്ങൾക്കൊരു ചെറിയ ഉപദേശം നൽകാം, നിങ്ങളെല്ലാം കഅബ ശരീഫിന്റെ സമീപത്തേക്ക് വരൂ. എല്ലാ ആളുകളും അവിടെ സമ്മേളിച്ചു. മഹാനവറുകൾ ഉടൻ തന്നെ പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, മൻ അറാദ മിൻകും സഫറൻ മിൻ അസ്ഫാരി ദുനിയാ ലാ യഫ്അലു ദാലിക ഇല്ലാ ബിസാദ് ഫകൈഫ മൻ യുരീദു സഫറൽ ആഖിറതി ബിലാ സാദ്. നിങ്ങൾ ഈ ഭൂമിയിൽ ഒരു യാത്രക്കൊരുങ്ങിയാൽ, നിങ്ങളേതെങ്കിലും ഒരു പ്രദേശത്തേക്ക്, ഒരു നാട്ടിലേക്ക്, ഒരു പ്രദേശത്തേക്ക്, രാജ്യത്തേക്ക് നിങ്ങൾ യാത്രക്കൊരുങ്ങിയാൽ, നിങ്ങൾ ഹജ്ജിന് പോകാൻ ഒരുങ്ങിയാൽ, ഉംറക്കും സിയാറത്തിനുമൊക്കെ പോകാൻ ഒരുങ്ങിയാൽ, നിങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര പോകാൻ ഒരുങ്ങിയാൽ, അവിടെയെല്ലാം നിങ്ങൾ സാധാരണയായി പോകുന്ന സമയത്ത് അവിടെ ആവശ്യമുള്ള വസ്തുക്കൾ എന്താണെന്നും പോകുന്ന വഴിക്ക് ആവശ്യമുള്ള വസ്തുക്കൾ എന്താണെന്നും ചിന്തിക്കുകയും അത് പരമാവധി കരുതിക്കൊണ്ട് യാത്ര പോകാൻ വേണ്ടി ഒരുങ്ങുകയും ചെയ്യൽ നിങ്ങളുടെ സ്വഭാവമാണ്. എന്നാൽ ചോദിക്കട്ടെ, ഫകൈഫ മൻ യുരീദു സഫറൽ ആഖിറതി ബിലാ സാദ്. യാത്രയിൽ ആവശ്യമായ വസ്തുക്കളൊന്നും തന്നെ കരുതി വെക്കാതെ ആഖിറത്തിലേക്കുള്ള യാത്ര ഉദ്ദേശിക്കുന്നവന്റെ അവസ്ഥ എന്താണ്? ദുനിയാവിലുള്ള യാത്രയാണെങ്കിൽ ഒരു പക്ഷേ പോകുന്ന വഴിക്കും നമുക്ക് തൊഴിലെടുത്തുകൊണ്ട് വല്ലതും സമ്പാദിക്കാൻ കഴിഞ്ഞേക്കും. പോകുന്ന വഴിക്ക് വെച്ചും ഒന്നുമില്ലെങ്കിൽ വേണമെങ്കിൽ
അവസാനം ഗതിയില്ലാതെ വന്നാൽ ആരെങ്കിലും സഹായിക്കാൻ മുതിർന്നേക്കും. ഏതെങ്കിലും ഒരു മനുഷ്യൻ അവനോട് ചോദിച്ചാൽ അവൻ എന്തെങ്കിലും കൊടുത്തേക്കും. അതേസമയം സഹോദരന്മാരെ, ഒരാളെങ്ങനെ അത്ഭുതമായിട്ട് നോക്കണം. സഹോദരന്മാരെ, നമ്മൾ ആലോചിക്കണം, പോകുന്ന വഴിക്ക് ഒന്നും സ്വന്തമായി ലഭിക്കാൻ വകുപ്പില്ലാത്ത, ആരിൽ നിന്നും കിട്ടാനുള്ള വകുപ്പില്ലാത്ത, ഒന്നും സമ്പാദിക്കാനൊരു തൊഴിലിനും അവസരമില്ലാത്ത ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ യാത്രയാണ് ആഖിറത്തിലേക്കുള്ള യാത്ര. അതുകൊണ്ട് തന്നെ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം, ഫകൈഫ മൻ യുരീദു സഫറൽ ആഖിറതി ബിലാ സാദ്, യാതൊരൊരുക്കവുമില്ലാതെ ആഖിറത്തിലേക്കുള്ള യാത്ര പോകാൻ ഒരുങ്ങുന്നവന്റെ അവസ്ഥ എന്താണ്? അപ്പോഴാണ് അവിടെ ഒരുമിച്ച് കൂടിയ ജനങ്ങൾ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, വമാ സാദുനായ അബൂദർ, എന്താണ് അബൂദറേ ഞങ്ങൾക്കുള്ള പോകുന്ന സമയത്ത് ഞങ്ങൾ ഒരുക്കി വെക്കേണ്ട സാധെന്താണ്? ഭക്ഷണം എന്താണ്? വസ്തു എന്താണ്? ഒരുക്കേണ്ട വസ്തുക്കൾ എന്താണ്? ആ സമയത്ത് മഹാനവറുകൾ പറഞ്ഞു, കഅബത്തിന്റെ സമീപത്ത് വന്ന എല്ലാവരും കൃത്യമായി 5 വക്ത് നിസ്കരിക്കുന്നവരാണ്. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിൽ നിസ്കാരം കളാക്കുന്ന ഒരൊറ്റ മനുഷ്യനില്ല, നോമ്പെടുക്കാത്ത മനുഷ്യന്മാരില്ല, സകാത്ത് നൽകാത്ത മനുഷ്യന്മാരില്ല, നിർബന്ധമായ കൈയൊഴിക്കുന്നവർ ആ സദസ്സിലില്ല. ആ സദസ്സിൽ മദ്യപാന്മാരില്ല, വ്യഭിചാരികളില്ല, കള്ളന്മാരില്ല. മഹാനായ സഹാബിയായ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിലുള്ളതൊക്കെ ഫർളായ കാര്യങ്ങളൊക്കെ എടുക്കുന്നവരും അതുപോലെ ഒഴിക്കൽ നിർബന്ധമായ ഹറാമുകളൊക്കെ കൈയൊഴിക്കുന്നവരുമാണ്. അതുകൊണ്ട് തന്നെ മഹാനവറുകൾ പറയുകയാണ്, വമാ സാദുനായ അബൂദർ, അബൂദർ ഗിഫാരി തങ്ങളെ, എന്താണ് ഞങ്ങൾ ആഖിറത്തിന് വേണ്ടി ഒരുങ്ങേണ്ട ഒരുക്കം എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു, സലാത്തു റകഅതൈനി ഫീ സവാദിൽ ലൈലി ലിവഹസത്തിൽ ഖുബൂർ. ആഖിറത്തിലേക്കുള്ള യാത്രയിൽ ആദ്യമായി പോയി ഇറങ്ങുന്ന സ്റ്റേഷൻ ഖബറാണ്. ആ ഖബർ എന്ന് പറയുന്നത് ഒരു സാധാരണ സ്റ്റേഷനല്ല. നമ്മൾ ഏതെങ്കിലും ഒരു റെയിൽവേ സ്റ്റേഷനിൽ പോയി ഇറങ്ങിയാൽ, അതുപോലെ നമ്മളൊരു ബസ് സ്റ്റേഷനിൽ പോയി ഇറങ്ങിയാൽ അവിടെ നമ്മൾ മാത്രമല്ല, ധാരാളം ആളുകൾ ബസ് കാത്തിരിക്കുന്നവരുണ്ട്, ട്രെയിനിൽ യാത്ര പോകുന്നവരുണ്ട്, വരുന്നവരുണ്ട്, ഉദ്യോഗസ്ഥന്മാരുണ്ട്, പലരുമുണ്ട്. പക്ഷേ അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, പാരത്രിക ലോകത്തേക്ക് പോകുമ്പോൾ ആദ്യമായി ഇറങ്ങുന്ന സ്റ്റേഷനായ ഖബർ. ആ ഖബറിൽ നമുക്കാരെയും നമ്മുടെ കൂടെ കൂട്ടാളികളായി കാണാൻ സാധ്യമല്ല. അവിടെ മനുഷ്യന്റെ കൂട്ടിന് സൽക്കർമ്മങ്ങൾ മാത്രമേ ഉള്ളൂ, മറ്റൊന്നും അവിടെ കൂട്ടിന് കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ മഹാനവറുകൾ പറഞ്ഞു, ഖബറിൽ ഒറ്റയ്ക്കിരിക്കുമ്പോഴുണ്ടാകുന്ന പ്രയാസം, സുബ്ഹാനല്ലാഹ്, എത്ര സ്നേഹിക്കുന്ന ഭാര്യയും ഖബറിൽ കൂടെ വന്ന് കിടക്കാനില്ല, എത്ര തന്നെ പ്രിയപ്പെട്ട ഭർത്താവും കൂടെ വന്ന് കിടക്കാനില്ല, എത്ര പ്രിയപ്പെട്ട അനുയായിയും നേതാവുമില്ല, സുബ്ഹാനല്ലാഹ്, ബാപ്പയും മകനും ഇല്ല, ആരും കൂടെയില്ല. ഏത് മനുഷ്യനും ഖബറിന്റെ സമീപത്ത് ചെന്നാൽ, ബഹ്ലൂലുൽ മജ്നൂൻ റളിയല്ലാഹു അൻഹു ഹാറൂൻ റഷീദ് രാജാവിനോട് പറഞ്ഞതുപോലെ, ഇവിടെ എന്ത് തന്നെ ആഡംബരങ്ങളും നീങ്ങിയാലും, ഓ ഹാറൂൻ റഷീദ് രാജാവേ, അതേ, നിങ്ങളിവിടെ എത്ര തന്നെ പവറിലങ്ങ് നീങ്ങിയാലും, ഹബ് അന്നക ഖദ് മലക്തൽ അർള തുറാ വദാന ലക്കൽ ലിബാദു ഫകാന മാദാ അലൈസ ഗദൻ മസീറുക ജൗഫ ഖബരി വയഹ്തു തുർബ ഹാദാ സുമ്മ ഹാദാ. ഇവിടെ നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങളെ അനയിക്കാനും നിങ്ങളെ ബഹുമാനിക്കാനും മുട്ടാനും പാടാനും പൊട്ടിക്കാനും ഒക്കെ പലരുമുണ്ടാകും. പക്ഷേ നിങ്ങളോട് ചോദിക്കട്ടെ, ധാരാളം അനുയായികളുണ്ടെങ്കിൽ തന്നെ
നിങ്ങൾക്കിവിടെ രാജ്യമൊക്കെ നിങ്ങളുടെ ഭരണാധികാരത്തിൽ തന്നെയാണെങ്കിൽ തന്നെ അലൈസ ഗദൻ മസീറുക ജൗഫ ഖബരി, നാളെ നിങ്ങൾക്ക് പോകാനുള്ളത് ഖബറിന്റെ ഉള്ളിലല്ലേ? അവിടെ നിങ്ങൾ ഒറ്റയ്ക്കല്ലേ? വയഹ്സു തുർബഹാദാ സുമ്മഹാദാ, നിങ്ങളെ അതിരറ്റി ബഹുമാനിച്ചവരും സ്നേഹിച്ചവരുമൊക്കെ ഖബറിന്റെ സമീപത്ത് വന്നിട്ട് നിങ്ങളുടെ കൂടെ അവരിൽ ഖബറിൽ കിടക്കുകയില്ലല്ലോ. അവരൊരാള് വന്നിട്ട് അതാ 2 കൈകൊണ്ടും മണ്ണ് വാരി ഖബറിന്റെ മേലെയിട്ടു. പിന്നെ മറ്റേയാള് വിട്ടു ഓരോരും മണ്ണ് വിട്ടങ്ങ് പോകെ, ഓരോരുത്തരും മണ്ണിട്ട് തിരിച്ചു പോകലല്ലേ എന്ന് ബഹ്ലൂലുൽ മജ്നൂൻ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ഓ സഹോദരന്മാരെ, ഖബറിന്റെ ഉള്ളിൽ ഒരു മനുഷ്യനും അവനവൻ തന്നെയല്ലാതെ ആരും കൂട്ടിനില്ലല്ലോ. അവിടെ നിങ്ങളെ ഖബറിൽ ഒറ്റയ്ക്ക് നിങ്ങളിങ്ങനെ കിടക്കുമ്പോ നിങ്ങൾക്ക് വളരെ സന്തോഷത്തിനൊരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെയോ? അതെന്താണ്? നിങ്ങൾ അതാ എല്ലാ ജനങ്ങളും അവരുടെ വിശ്രമത്തിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് എഴുന്നേറ്റ്, നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ ഒളുവെടുത്ത്, നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ നിന്നിട്ട് നിങ്ങളുടെയും റബ്ബിന്റെയും ഇടയിൽ മനസ്സുകൊണ്ട് റബ്ബിലേക്ക് തിരിഞ്ഞ് നിങ്ങളതാ ഒരു 2 റക്അത്തെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കുകയും ആ ഉറക്കിനിടയ്ക്ക് എഴുന്നേറ്റ് നിങ്ങളൊരു 2 റക്അത്ത് നിസ്കരിച്ചാൽ മറ്റുള്ളവരെല്ലാം ഉറക്കിലും വിശ്രമത്തിലും നിൽക്കുമ്പോ നിങ്ങളെ മനസ്സ് പ്രകാശിപ്പിച്ചുകൊണ്ട് ഏകനായ റബ്ബിലേക്ക് മനസ്സ് തിരിച്ച് റബ്ബിനോട് സംഭാഷണം നടത്തിയ നിങ്ങൾക്ക് നിങ്ങൾ ഒറ്റയ്ക്ക് ഖബറിൽ കിടക്കുമ്പോൾ ആ ഏകനായ റബ്ബ് നിങ്ങളെ ഖബറിൽ വെളിച്ചം തരുന്നു, നിങ്ങളെ ഖബറിൽ സന്തോഷം തരുന്നു. അതുകൊണ്ട് തന്നെ യാത്രക്കൊരുങ്ങുന്ന മനുഷ്യ, ഏറ്റവും വലുതാണ് രാത്രിയുടെ ഇരുട്ടിൽ എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിക്കുന്നത്. അല്ലാഹുവേ, ആ ഒരു സൽക്കർമ്മത്തിന് തൗഫീഖ് തരണേ റഹ്മാനേ. അതൊരു മനുഷ്യൻ പതിവാക്കിയാൽ അവൻ വലിയ ഭാഗ്യവാൻ തന്നെ. സുബഹിക്ക് എഴുന്നേൽക്കുന്ന മുസ്ലിമീങ്ങളെ, സുബഹി നിസ്കാരത്തിന് എഴുന്നേൽക്കാത്തവരെന്റെ ഈ സദസ്സിലുണ്ടാകുമെന്ന് ഞാൻ ആരെക്കുറിച്ചും തെറ്റിദ്ധരിക്കുന്നില്ല. സുബഹിക്ക് എഴുന്നേൽക്കാത്ത വല്ല ചെറുപ്പക്കാരുമുണ്ടെങ്കിൽ അവരോട് ഞാൻ വേദനയോടെ പറയുന്നു, വല്ല സഹോദരിമാരുമുണ്ടെങ്കിൽ വളരെ വിഷമത്തോടെ പറയുന്നു, ഒരിക്കലും ഒരു മുസ്ലിമായ മനുഷ്യൻ അള്ളാഹുവിന്റെ മുമ്പിൽ ഫർളായ നിസ്കാരം ഖളാക്കുന്നൊരു ചുറ്റുപാട് ഒരു വിധത്തിലും ഉണ്ടാകരുത് കേട്ടോ. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ ജീവികളിൽ ഐനുൻ നജസായ ജീവിയാണ് നായ. പക്ഷേ ആ നായയെ സംബന്ധിച്ച് നമുക്കറിയാം, അതിന്റെ മുതലാളി ചെറിയ ഭക്ഷണം നൽകുന്നതിന്റെ പേരിൽ ആ നായയെ കയ്യിന്റെ വിരലുകൊണ്ട് ചൊത്തി വിളിച്ചാൽ എത്ര ക്ഷീണത്തോടെ കിടക്കുന്ന നായയും ഓടിവരും. ആ നായ വന്നിട്ട് അതാ മുതലാളിയുടെ മുന്നിൽ വെച്ച് വാലാട്ടും. അതതിന്റെ നന്ദിയാണ്. അതേ സമയത്ത് സഹോദരന്മാരെ, അല്ലാഹു തന്ന വെള്ളം കുടിച്ച്, അവൻ തന്ന ഭക്ഷണം കഴിച്ച്, അവൻ തന്ന ഓക്സിജൻ ശ്വസിച്ച്, സുബ്ഹാനല്ലാഹ്, അവന്റെ കൊടുതിയൊക്കെ അത്ഭുതകരമാണ്. അവന്റെ കൊടുതി വളരെ അത്ഭുതകരമാണ്. ആവശ്യത്തിനനുസരിച്ച് ഓരോന്നും നൽകിയവനാണവൻ. ആവശ്യത്തിനനുസരിച്ച് ഓരോന്നും നൽകുന്നവനാണവൻ. അവൻ തന്ന സർവ്വ അനുഗ്രഹങ്ങളും അനുഭവിച്ച്, അവൻ തന്ന സ്ഥലത്ത്, അവൻ തന്ന കിടക്കയിൽ, അവൻ തന്ന പായയിൽ, അവൻ തന്ന കട്ടിലിൽ സുഖസുന്ദരമായി കിടന്നുറങ്ങുമ്പോ, ഓ സഹോദരാ, മെഡിക്കൽ കോളേജിന്റെ മേൽപോട്ട് നോക്കി വേദന സഹിക്കാത്തതുകൊണ്ട് ഉറക്കം വരാതെ നേരം വെളുക്കാത്തതെന്തെന്ന് ചിന്തിക്കുന്ന ധാരാളം രോഗികളുണ്ട് കേട്ടോ. ആ രോഗികളെ സമീപത്ത് നിന്നിട്ട് ബാപ്പയുടെ നിലവിളി കേട്ട് പൊട്ടിക്കരയുന്ന മക്കളുണ്ട് കേട്ടോ. ഭർത്താവിന്റെ രോദനം കേട്ട് വിഷമിക്കുന്ന ഭാര്യമാരുണ്ട് കേട്ടോ. അങ്ങാടിയിലൂടെ പാതിരാ സമയത്ത്
അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന മാനസിക രോഗികളുണ്ട് കേട്ടോ. സുബ്ഹാനല്ലാഹ്, വിഷമങ്ങൾ പലതും കടിച്ചമർത്തുന്ന ധാരാളം ജനങ്ങൾ ലോകത്തുണ്ട്. ഓ സഹോദരന്മാരെ, ഫലസ്തീനിലും അഫ്ഗാനിസ്ഥാനിലുമൊക്കെ ഞങ്ങൾ ഏതൊറക്കമുറങ്ങുന്ന സമയത്താണ് നിങ്ങളെ തലയിൽ കൊണ്ടുവന്ന് ബോംബ് വർഷിപ്പിക്കുന്നതെന്ന് മനസ്സിലാകാതെ ഞെട്ടിപ്പടയുന്ന ധാരാളം സഹോദരിമാരുണ്ട്, സഹോദരന്മാരുണ്ട്. മനസ്സമാധാനത്തോടെ നന്നായി കിടന്നുറങ്ങാൻ നല്ല ഭക്ഷണം തന്ന രാജാവില്ലേ, ആ രാജാവ് തന്നെയല്ലേ അത് ദഹിപ്പിക്കുന്നവൻ. അത് ദഹിക്കാതെ വയറ്റിലങ്ങ് കുടുങ്ങിയാൽ വയറുവേദനയായി നീ പൊളഞ്ഞില്ലേ? ആ ഭക്ഷണം അവൻ തന്നെയല്ലേ അരക്കാൻ സൗകര്യം ചെയ്തവൻ. ആ അരവല്ലേ നിന്റെ തൊള്ള കൊണ്ട് നീയും ഞാനും നടത്തുന്നത്. ആ അരവ് നടക്കാനുള്ള സൗകര്യത്തിനല്ലേ അല്ലാഹു തആല അതാ തൊള്ളയിൽ ഉമിനീര് തന്നത്. അതാ ഒരു അമ്മിക്കുട്ടിയും അമ്മിയും വെച്ച് അരക്കുന്ന സമയത്ത് അതിൽ സ്ത്രീകൾ വെള്ളം കൊടയുന്നത് നമ്മൾ കാണാറുണ്ട്. കാരണം വെള്ളം ഇങ്ങനെ കിട്ടിയാലേ അരവ് നന്നാകൂ. നമ്മുടെ സ്വന്തം ഭക്ഷണങ്ങൾ തൊള്ളയിലിട്ടരക്കുമ്പോ അത് അരഞ്ഞു കിട്ടാൻ വേണ്ടി ആവശ്യമായ വെള്ളം തൊള്ളയിൽ തന്നെ ഉമിനീരായി സംവിധാനിച്ച റബ്ബില്ലേ, അത് ദഹിക്കാൻ വേണ്ടി അവൻ നിശ്ചയിച്ച കുഴലുകളിലൂടെ അത്ഭുതകരമായ നിലക്ക് താഴോട്ട് കൊണ്ടുപോകുന്ന റബ്ബില്ലേ, മാലിന്യങ്ങൾ പുറത്തേക്ക് തള്ളുന്നതോടുകൂടി പോഷകങ്ങൾ ശരീരത്തിന് തരുന്ന റബ്ബില്ലേ, ആ റബ്ബ് സുബ്ഹാനഹു വ തആല ഓരോന്നിനും വെച്ച സംവിധാനങ്ങൾ അത്ഭുതകരമല്ലേ. ആ തൊള്ളയിൽ തന്നെയുള്ള താടിയെല്ല്, മേലെയുള്ള താടിയെല്ല് ഇളകാത്തതും താഴെയുള്ള താടിയെല്ല് ഇളകുന്നതുമായി അവൻ സംവിധാനിച്ചത് അതേ അരവ് നടക്കാൻ വേണ്ടിയല്ലേ. കാരണം അമ്മിയും കുട്ടിയും ഒരേ സമയത്ത് ചലിച്ചാൽ അരവ് നടക്കൂല. അതുകൊണ്ട് തന്നെ താഴെ പല്ല് നീങ്ങുന്ന സമയത്ത് മേലെ പല്ല് നീങ്ങരുത്. അതിനു വേണ്ടിയല്ലേ മേലെ അതാ മേലെ താടിയെല്ല് നീങ്ങാത്തതും താഴെ താടിയെല്ല് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നതുമായി അവൻ സൃഷ്ടിച്ച് സംവിധാനിച്ചു തന്നത്. ഇങ്ങനെയെല്ലാം തന്ന് നമ്മെ പോറ്റി വളർത്തുന്ന രാജാവ് ഏത് മനുഷ്യരിൽ നിന്ന് നമുക്കെന്ത് കിട്ടിയോ, ഏത് വ്യക്തികളിൽ നിന്ന് എന്ത് കിട്ടിയോ, ഏത് സസ്യങ്ങളിൽ നിന്ന് കിട്ടിയോ, ഏത് മരുന്നിൽ നിന്ന് കിട്ടിയോ, എവിടുന്ന് ആരിൽ നിന്ന് എപ്പോൾ എത്ര എങ്ങനെ കിട്ടിയാലും അതെല്ലാം തരുന്നവൻ അല്ലാഹു തന്നെ. അവനല്ലേ അത് കൊടുക്കുന്നവനില്ല, അവനല്ലേ അത് തടയുന്നവനില്ല. അവന്റെ കൊടുതിക്ക് അവൻ വെച്ച കാരണങ്ങൾ പലതാണ്. ഞാനിവിടെ 60 ദിവസമോ 600 ദിവസമോ അല്ല, ഞാൻ മരിക്കുന്നത് വരെ എത്ര ദിവസമാണോ റബ്ബ് കണക്കാക്കിയത് ആ സമയങ്ങൾ മുഴുവനും പ്രസംഗിച്ചത് കൊണ്ട് ഒരു മനുഷ്യനും ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കാൻ എന്നെ കൊണ്ട് സാധ്യമല്ല. എനിക്ക് തന്നെയും ഹിദായത്തിന്റെ വെളിച്ചം തരാൻ എനിക്ക് സാധ്യമല്ല. അത് കൊടുക്കുന്നവൻ റബ്ബാണ്. പ്രസംഗങ്ങളും ക്ലാസുകളുമൊക്കെ അതിനൊരു കാരണമായി അല്ലാഹു തആല സാധിപ്പിച്ചു തന്നാൽ അൽഹംദുലില്ലാഹ്, അതിനും സ്തുതി അല്ലാഹുവിനാണ്. കാരണം അതവന്റെ വകയിലാണ്. ആകയാൽ സഹോദരന്മാരെ, ഇവിടെ എന്ത് മനുഷ്യന് കിട്ടുന്നുണ്ടോ മാബിക്കും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്, അത് മുഴുവനും അല്ലാഹുവിങ്കൽ നിന്നാണ്. അവൻ നിശ്ചയിച്ച കാരണങ്ങളാണ് സൃഷ്ടികൾ. അവൻ നിശ്ചയിച്ച കാരണങ്ങളാണ് സൃഷ്ടികൾ. മരുന്ന് കാരണമാണ്, ഭക്ഷണം കാരണമാണ്, വെള്ളം കാരണമാണ്, തീ കാരണമാണ്. അതേ സഹോദരന്മാരെ, അതുപോലെ വായു കാരണമാണ്, ഡോക്ടർമാര് കാരണമാണ്, എഞ്ചിനീയർമാര് കാരണമാണ്, വക്കീലന്മാരും കോടതിയുമൊക്കെ കാരണങ്ങളാണ്, പണ്ഡിതന്മാരും ഔലിയാക്കളും അമ്പിയാക്കളും മലക്കുകളും ജിന്നുകളും, അങ്ങനെ അല്ലാഹു തആല പലതിനും പല കാരണക്കാരെ വെച്ചിട്ടുണ്ട്. എല്ലാം കൊടുക്കുന്നവൻ അല്ലാഹു തന്നെ. ആ കൊടുക്കുന്ന ആര് മുഖേന എന്ത് കിട്ടിയാലും അതൊക്കെ ലഭിക്കുന്നത് അല്ലാഹുവിങ്കൽ നിന്ന് തന്നെ. ബാപ്പ മുഖേന കിട്ടിയത് റബ്ബിൽ നിന്ന് കിട്ടിയതാണ്. ബാപ്പന്റെ സ്വന്തം പവറല്ല, ബാപ്പക്ക് അല്ലാഹു കൊടുത്ത കഴിവ് മുഖേന കിട്ടിയതാണ്. എന്റെ ജന്മത്തിന് ബാപ്പ കാരണമാണ്, അതുകൊണ്ട് ബാപ്പയോട് കടപ്പാടാണ്. പക്ഷേ അതും എന്റെ രാജാവായ റബ്ബ് എന്റെ ബാപ്പയെ കാരണമാക്കിയതാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നന്മയുടെ കാരണക്കാരായ ആ
ആരെല്ലാം ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയോ അവരെല്ലാവരെ ഖബറിനെയും നീ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഒരിക്കലും ഞങ്ങളെ തിന്മയുടെ കാരണക്കാരാക്കരുതേ അല്ലാഹ്. മനുഷ്യൻ നന്മയുടെ കാരണക്കാരനാകണം. ബാപ്പയും ഉമ്മയും നമ്മുടെ നന്മയുടെ കാരണക്കാരാണ്. ഉസ്താദുമാര് നമ്മുടെ നന്മയുടെ കാരണക്കാരാണ്. ആലിമീങ്ങളും ഔലിയാക്കളും അമ്പിയാക്കളും മലക്കുകളുമൊക്കെ നമ്മുടെ നന്മയുടെ കാരണക്കാരാണ്. ഇബ്ലീസിന്റെ സൈന്യങ്ങളുമൊക്കെ തിന്മയുടെ കാരണക്കാരാണ്. കൊടുക്കുന്നവൻ അല്ല മാത്രം, തടയുന്നവൻ അല്ല മാത്രം, ഹിദായത്ത് നൽകുന്നവനും അല്ല മാത്രം, പിഴപ്പിക്കുന്നവനും അല്ല മാത്രം. അതിനല്ല വെച്ച ധാരാളം കാരണങ്ങൾ രണ്ട് ഭാഗത്തുമുണ്ട്. ഇരിക്കട്ടെ സഹോദരന്മാരെ, ആകയാൽ ഏത് മുതലാളി മുഖേന നമുക്ക് കിട്ടിയാലും, ഏത് രാജാവ് മുഖേന കിട്ടിയാലും, ഏത് മനുഷ്യൻ മുഖേന എന്ത് കിട്ടിയാലും അതെല്ലാം തരുന്നവൻ അല്ലാഹു തന്നെ. അവനല്ലാതെ കൊടുക്കുന്നവനില്ല, തടയുന്നവനില്ല, അവനല്ലാതെ അധികാരമില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്, അദ്ദേഹം നീണ്ട താടി വെച്ചിട്ടുണ്ട്, വലിയ തലപ്പാവ് ധരിച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ മതത്തിന്റെ ആചാരമാണ്. ഓ മുസ്ലിമീങ്ങളെ, അവിടെ നമുക്ക് പാഠമുണ്ട്. അവനവന്റെ മതത്തിന്റെ ആചാരം ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് തന്നെ എത്ര വലിയ രാഷ്ട്രത്തിന്റെയും പ്രധാനമന്ത്രിയാകാൻ കഴിയും. ഏത് രാഷ്ട്രത്തിലും പോയി പ്രസംഗിക്കാൻ കഴിയും. അതിനൊന്നും മനുഷ്യന്റെ മതത്തിന്റെ ആചാരം വലിച്ചെറിയേണ്ടതില്ല. അത് നമുക്ക് പാഠമാണ് നമ്മുടെ പ്രധാനമന്ത്രി. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, സ്വന്തം ഭാര്യ എന്ത് പറയുമെന്ന് പേടിച്ചിട്ട് താടി വടിക്കുന്നവരില്ലേ? താടി വളർത്തണമെന്ന് മനസ്സിലുണ്ട്, പക്ഷേ ഭാര്യ ഇഷ്ടപ്പെടുമോ എന്ന് പേടിച്ചിട്ട് താടി വടിക്കുന്നവരില്ലേ? അതുപോലെ മറ്റു ചിലരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പലതും ചെയ്യുന്നവരില്ലേ? എത്ര വലിയ തലപ്പാവും ധരിച്ച് അമേരിക്കയിൽ പോയി പ്രസംഗിക്കുന്നതിന് മൻമോഹൻ സിംഗിനൊരു അപമാനവും തോന്നുന്നില്ല. അദ്ദേഹത്തിന്റെ നീണ്ട താടിയുള്ളത് കൊണ്ടൊരു പാർലമെന്റിലും അദ്ദേഹം അതിനുവേണ്ടി കുലുങ്ങേണ്ടി വരുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ ഓർക്കണം, അവിടെ നമുക്ക് പാഠമുണ്ട്. നമ്മൾക്ക് എന്തുകൊണ്ട് നമ്മുടെ ദീൻ, നമ്മുടെ മതം ആചരിച്ചുകൂടാ? ഞാൻ രാവിലെ സമയത്ത് അതാ സുബഹിന് മുമ്പ് ചിലപ്പോൾ ഇതിലെ പോകാറുണ്ട്. അങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ സഹോദര മതങ്ങളിൽ നമ്മുടെ ഇതര മത സഹോദരന്മാരായ പലരും 4 മണി സമയത്ത് മരങ്കോച്ചുന്ന തണുപ്പിൽ പച്ചവെള്ളത്തിൽ പോയി കുളിച്ച് അവരതാ അവരുടെ ഭജനമഠത്തിലേക്ക് ഭജനം ചെല്ലാൻ വേണ്ടി അവരതാ ഒരുമിച്ച് പോകുന്നത് കാണാറുണ്ട്. അവരവരുടെ ഭജനം ചൊല്ലുന്നത് കാണാറുണ്ട്. ഞാൻ എന്റെ മുസ്ലിം ചെറുപ്പക്കാരനോട് ചോദിക്കട്ടെ, അവരവരുടെ മതത്തിന്റെ ആചാരം നിർവഹിക്കുകയാണ്. നമ്മളോട് പടച്ചവന്റെ നിർദ്ദേശം, ലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹി ഫയസുബ്ബുല്ലാഹ അദുവൻ ബിഗൈരി ഇൽം. മറ്റ് മതക്കാർ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെ ചീത്ത പറയരുതെന്നാണ്, തെറി പറയരുതെന്നാണ്, ശകാരിക്കരുതെന്നാണ്. നമ്മളതിനെ ശകാരിക്കാനും തെറി പറയാനും പോകരുത്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ എഴുന്നേറ്റ് പള്ളിയിൽ വന്ന് നിസ്കരിക്കേണ്ട നമ്മൾ പള്ളിയിൽ വരാൻ അഥവാ സാധിച്ചില്ലെങ്കിൽ തന്നെ എഴുന്നേറ്റ് 2 റകഅത്ത് റബ്ബിന് സുജൂദ് ചെയ്യാനുള്ളൊരു ഈമാൻ നമുക്കില്ലെങ്കിൽ പിന്നെ നമ്മളെന്ത് മതവിശ്വാസിയാണ്? ഇസ്ലാം എന്ന് പറയുന്നതിന് എന്തർത്ഥമാണ്? മുസ്ലിം എന്ന് പറയുന്നതിന് എന്തർത്ഥമാണ്? ഓരോരുത്തരും നെഞ്ഞത്ത് കൈവച്ച് ചിന്തിക്കണം. ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോകട്ടെ. ഓ സഹോദരന്മാരെ, മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. പക്ഷേ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, എന്റെ താടിയിൽ ഒരുപാട് രോമങ്ങൾ ഇപ്പോൾ വെളുത്തുപോയി, എന്റെ മീശയിൽ ഒരുപാട് രോമങ്ങൾ വെളുത്തുപോയി. ഞാൻ ഈ രാജ്യത്ത് അതാ ജനിച്ച് ജീവിച്ച് വളരുന്ന സമയത്ത് മുമ്പ് ഇവിടെ വെച്ച് തന്നെ പ്രസംഗിക്കുമ്പോൾ ഇങ്ങനത്തെ വെളുത്ത രോമങ്ങളില്ല. പക്ഷേ ഞാൻ ഇവിടെ ഒരു പഞ്ചായത്തിലെയും വാർഡ് മെമ്പർ പോലുമല്ല. എനിക്കിവിടെ ഒരു അധികാരവുമില്ല. പക്ഷെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് വലിയ അധികാരമുണ്ട്. പക്ഷേ നിങ്ങൾ നോക്കൂ, സ്വന്തം ശരീരത്തിൽ അധികാരമില്ല. സ്വന്തം ശരീരത്തിൽ അധികാരമില്ലാത്തത് കൊണ്ട് തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ താടിയിലെ രോമം വെളുത്തത് നാം കാണുന്നു.
സ്വന്തം മീശയിൽ അധികാരമില്ല, സ്വന്തം താടിയിൽ അധികാരമില്ല, സ്വന്തം തലയിൽ അധികാരമില്ല. ഇവിടെ ആർക്കാണ് സ്വന്തം ശരീരത്തിൽ അധികാരമുള്ളത്? പ്രധാനമന്ത്രിയുടെ മീശയുടെ രോമത്തിന്റെ കളർ നിയന്ത്രിക്കാൻ പ്രധാനമന്ത്രിക്ക് അധികാരമില്ലെങ്കിൽ പിന്നെ മുഖ്യമന്ത്രിയുടെ കാര്യം പറയണോ? മറ്റ് മന്ത്രിമാരുടെ കാര്യം പറയണോ? ഇവിടെ ആർക്കും ശരീരത്തിന് അധികാരമില്ല. സ്വന്തം ശരീരത്തിലെ രോമത്തിന് പോലും അധികാരമില്ല. അധികാരമുള്ളവൻ ഒന്നേ ഉള്ളൂ, അവൻ ഉടമസ്ഥനാണ്, അവൻ സൃഷ്ടിക്കുന്നവനാണ്, അവൻ കൊടുക്കുന്നവനാണ്, അവൻ തടയുന്നവനാണ്, അവനാണ് എല്ലാ വിഷയത്തിന്റെയും സൃഷ്ടാവ്. ആ സൃഷ്ടാവായ റബ്ബ് തന്നതല്ലാതെ ഒരു മനുഷ്യനും ഒന്നുമില്ല. അവന്റെ കൊടുതി സൃഷ്ടികളുടെ കൊടുതി പോലെയല്ല. സൃഷ്ടികളുടെ കൊടുതിയൊക്കെ ഇങ്ങോട്ട് കിട്ടണമെന്ന നിലക്കുള്ള കൊടുതിയാണ്. ഏതൊരു മനുഷ്യനും മക്കളെ പോറ്റുന്ന സമയത്ത് മക്കളിൽ നിന്ന് ഇങ്ങോട്ട് ഉപകാരം കിട്ടണമെന്ന നിലക്ക് പോറ്റുകയാണ്. ശിഷ്യന്മാരെ വളർത്തുമ്പോൾ ആ ശിഷ്യന്മാര് പഠിച്ച് വലുതായി വളർന്ന് അവര് ദീന് പ്രചരിപ്പിക്കുന്നത് കൊണ്ട് എനിക്ക് അല്ലാഹുവിന്റെ അടുക്കൽ കാര്യം കിട്ടണമെന്ന ചിന്തയാണ്. ഏത് മനുഷ്യൻ ആർക്ക് ഉപകാരം ചെയ്യുമ്പോഴും ഒന്നുകിൽ ദുനിയാവിലോ അല്ലെങ്കിൽ ആഖിറത്തിലോ ഫലം കിട്ടണമെന്ന ചിന്തയാണ്, സ്വയം ഫലം കിട്ടണമെന്ന ചിന്തയാണ്. നമ്മുടെ രാജാവായ റബ്ബിന്റെ കൊടുതി അങ്ങനെയല്ലല്ലോ സഹോദരന്മാരെ. അല്ലാഹുവിന് നമ്മളിൽ നിന്നൊന്നും അങ്ങോട്ട് കിട്ടേണ്ടതില്ല, അവനാവശ്യമില്ല. നമ്മുടെ ഒരു ഉപകാരവും റബ്ബിനാവശ്യമില്ല, നമ്മളിലേക്ക് റബ്ബിനാവശ്യമില്ല, എന്റെയും നിങ്ങളുടെയും ഒന്നും റബ്ബിനാവശ്യമില്ല. നമ്മളെയൊക്കെ പടക്കുന്നതിന്റെ എന്നല്ല, ലോകത്താകാശങ്ങളും ഭൂമികളും ഒക്കെ പടക്കുന്നതിന് മുമ്പ് അള്ളയുണ്ട്. അന്നും നമ്മൾ ആവശ്യം അല്ലാഹുവിനില്ല, ഇന്നും അല്ലാഹുവിന് നമ്മളെ ആവശ്യമില്ല. അല്ലാഹു തആല ഗനിയ്യുൻ അനിൽ ആലമീൻ, സർവ്വ സൃഷ്ടികളിൽ നിന്നും ഐശ്വര്യമുള്ളവനാണ്. അല്ലാഹു അഹദ്, അല്ലാഹു സമദ്, അല്ലാഹു ഏകനാണ്. അല്ലാഹു ഒന്നിലേക്കും ആശ്രയമില്ലാത്തവനാണ്, അവനിലേക്ക് എല്ലാവരും ആശ്രയിക്കുന്നവരാണ്. ആ നിലക്ക് അല്ലാഹു ജല്ല ജലാലുഹു ഈ പാവപ്പെട്ട എനിക്ക് കണ്ണ് തന്നെങ്കിൽ അതിന് പടച്ചവൻ അങ്ങോട്ടൊരു ഗുണം കിട്ടാനല്ല, എനിക്ക് കാതു തന്നെങ്കിൽ അവൻ അങ്ങോട്ട് ഗുണം കിട്ടാനല്ല, അവൻ എനിക്ക് നാവ് തന്നെങ്കിൽ അവൻ അങ്ങോട്ട് ഗുണം കിട്ടാനല്ല, അവൻ കൈ തന്നെങ്കിൽ അവൻ എന്തെങ്കിലും ഉപകാരം കിട്ടാനല്ല. എന്റെ ഒരു ഉപകാരവും റബ്ബിന് ആവശ്യമില്ല. പിന്നെ എനിക്ക് തന്നതെല്ലാം അവന്റെ ഔദാര്യമാണ്, തന്നതെല്ലാം അവന്റെ ധർമ്മമാണ്, തന്നതെല്ലാം അവന്റെ ദാനമാണ്. ഇങ്ങനെ എല്ലാം ദാനം ചെയ്ത രാജാവ് ആ രാജാവിനോട് ആവശ്യപ്പെടുന്നു, സുബ്ഹിന്റെ സമയത്ത് നീ എഴുന്നേറ്റ് നീ എന്റെ മുമ്പിൽ ഒന്ന് സുജൂദ് ചെയ്യണേ, എന്റെ മുമ്പിൽ ഒന്ന് കുനിഞ്ഞു നിൽക്കണേ, എന്നോടൊന്ന് സംഭാഷണം നടത്തണേ. ഇത് പറയുമ്പോൾ ഞാൻ ആ സമയത്ത് അതിന് മുതിരുന്നില്ലെങ്കിൽ എന്നെപ്പോലെ നന്ദി കെട്ടവനുണ്ടോ? എന്നെപ്പോലെ റബ്ബുമായി അകന്നവനുണ്ടോ? ഞാൻ എന്നെപ്പോലെ റബ്ബിനെ ധിക്കരിച്ചവനുണ്ടോ? അതുകൊണ്ട് തന്നെ ചെറുപ്പക്കാരെ, 5 നേരത്തെ നിസ്കാരം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഒരല്പം ഒരു പിടി ഭക്ഷണം കൊടുക്കുന്നതിന്റെ പേരിൽ മുതലാളി ഏത് സമയത്ത് വിളിച്ചാലും അതാ ഓടി വരുന്ന നായ, മുതലാളി ഉറങ്ങുന്ന സമയത്ത് ഉറക്കം വിളിച്ച് കാത്തു നിൽക്കുന്ന നായ, ഒരു മനുഷ്യൻ അതിലൂടെ പോകുമ്പോൾ കുറച്ച് ശബ്ദമുണ്ടാക്കുന്ന നായ, വല്ല കള്ളനും വന്നാൽ പിടികൂടാൻ വരുന്ന നായ, ഒരു ചെറിയ ഭക്ഷണം മുതലാളി കൊടുത്തപ്പോൾ അക്കൊടുത്തതിന്റെ നന്ദിയാണ് കാണിക്കുന്നതെങ്കിൽ ഓരോ സെക്കൻഡിലും ആയിരക്കണക്കിന് അനുഗ്രഹങ്ങൾ, ഓരോ സെക്കൻഡിലും നമ്മൾ ശ്വാസം കഴിക്കുന്നു, അതൊന്ന് മുട്ടി നോക്കണ്ടേ അതിന്റെ ഗൗരവം അറിയാൻ? ഓരോ സെക്കൻഡിലും നമ്മുടെ ഹാർട്ട് വർക്ക് ചെയ്യുന്നു, അതൊന്ന് നിലച്ചു നോക്കണ്ടേ അതിന്റെ ഗൗരവം അറിയാൻ? ഓരോ സെക്കൻഡിലും നമ്മുടെ ബുദ്ധി നേരെ നിൽക്കുന്നു, അതൊന്ന് തെറ്റി നോക്കണ്ടേ അതിന്റെ ഗൗരവം അറിയാൻ? ഓരോ സെക്കൻഡിലും നമ്മുടെ ദഹനം നടക്കുന്നു, അതൊന്ന് നിന്ന് നോക്കണ്ടേ അതിന്റെ കഥ അറിയാൻ? ഇങ്ങനെ ഓരോ സെക്കൻഡിലും ആയിരക്കണക്കിന് അനുഗ്രഹം നൽകുന്ന രാജാവ് 5 നേരം ഒരു 5 മിനിറ്റ് സമയം എന്റെ മുമ്പിൽ നിന്റെ ശരീരം ഹാജരാക്കി എന്നോട് സംഭാഷണം നടത്തണേ എന്ന് പറഞ്ഞിട്ട് അതിനൊരു മനുഷ്യൻ തയ്യാറല്ലെങ്കിൽ അവരെ പോലെ നന്ദി കെട്ടവനുണ്ടോ? അവരെ പോലെ ചിന്തയില്ലാത്തവരുണ്ടോ? അവരെ പോലെ മോശക്കാരനുണ്ടോ? കൃത്യമായി 5 വക്ത് നിസ്കരിക്കണം.
ആ നിസ്കാരത്തെ സംബന്ധിച്ചല്ല അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു പാരത്രിക ലോകത്തേക്ക് ഒരുങ്ങാൻ വേണ്ടി പറയുന്നത്. അതെന്തായാലും നിർബന്ധം തന്നെ. അതില്ലാത്തവൻ വലിയ കുടുക്കിലും പ്രയാസത്തിലും തന്നെ. മാസലക്കും ഫീ സഖർ, സഖറാകുന്ന നരകത്തിൽ നിങ്ങളെ കടത്തിയതിന്റെ കാരണം എന്താണ്? ഉടനെ തന്നെ അവരുടെ മറുപടി, നരകത്തിൽ കടന്നവരുടെ മറുപടി, ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കുന്നവരിൽ ഉൾപ്പെട്ടിരുന്നില്ല. ഇവിടെയുള്ള തീയിന്റെ 70 ഇരട്ടി ചൂടുള്ള തീ, ഇവിടെയുള്ള തീ കൊണ്ട് ചൂടായ ചെമ്പിന്റെ പുറം തൊട്ടു നോക്കാൻ നമുക്ക് ധൈര്യമില്ല. ഇവിടെയുള്ള തീ കൊണ്ട് ചൂടായ ചെമ്പിൽ പാത്രത്തിൽ ഒഴിച്ച വെള്ളം അത് ചൂടായപ്പോൾ അത് കുടിക്കാൻ നമുക്ക് കഴിയുന്നില്ല. തിളക്കുന്ന വെള്ളം കുടിക്കാൻ കഴിയുന്നില്ല. അത് നമ്മുടെ കാലിൽ അറിയാതെ അങ്ങ് മറിഞ്ഞു പോയാൽ തന്നെ നമ്മുടെ തോലിരിഞ്ഞു പോയി, വെളുത്തുപോയി, പ്രശ്നമായി പോയി. എങ്കിലും സഹോദരിമാരെ, സഹോദരന്മാരെ, ഇവിടെയുള്ള തീയിന്റെ 70 ഇരട്ടി ചൂടുള്ള തീ, ആ തീയിൽ നിന്ന് ഞെരിഞ്ഞു വരുന്ന മനുഷ്യൻ തുമ്മലായമൂത്തു ഫീഹാ വലാ യഹ്യ, അവിടെ നിന്നങ്ങ് കരിഞ്ഞ് കരിക്കട്ടയായി പോവുകയില്ല. ഇങ്ങനെ കരിയുന്നതിനനുസരിച്ച് കുല്ലമാ നളജത്ത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്, കരിയുന്നതിനനുസരിച്ച് തോലും മാംസവും ഒക്കെ ഇങ്ങനെ വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ നരകാഗ്നിയിൽ വെച്ച് ചൂടായി അത് ഓരോ സെക്കൻഡിലും വിഷമിക്കുന്ന മനുഷ്യനോട് നിങ്ങൾ എന്തുകൊണ്ട് നരകത്തിൽ കടന്നു എന്ന് ചോദിക്കുമ്പോ ഒന്നാമത്തെ മറുപടി ലം നകു മിനൽ മുസല്ലീൻ. ഈ ആയത്തിൽ റബ്ബ് പറയുന്നു സഖറാകുന്ന നരകത്തിൽ കടക്കുന്നവരുടെ മറുപടി, ഞങ്ങൾ നിസ്കരിക്കുന്നവരിൽ ഉൾപ്പെട്ടിരുന്നില്ല. ഓ സഹോദരിമാരെ, സഹോദരന്മാരെ, അതുകൊണ്ട് ഒറ്റ നേരത്തെ നിസ്കാരം കളാക്കരുതെന്ന് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട നാട്ടുകാരും പരിസരത്തുമുള്ള എല്ലാ സഹോദരിമാരോടും സഹോദരന്മാരോടും ഏറ്റവും ഗൗരവത്തോടെ അറിയിച്ച് ഞാൻ പറയട്ടെ. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയുന്നത് അതിന്റെയൊക്കെ എത്രയോ മേലെയാണ് കേട്ടോ. ഖബറിൽ നിങ്ങൾക്ക് സന്തോഷം ലഭിക്കണോ? ഇന്ന് 15 കോടിയോളം കിലോമീറ്റർ അകലെ ഉദിക്കുന്ന സൂര്യൻ വളരെ അടുത്തുദിക്കുന്ന ദിവസം, നിങ്ങൾക്ക് ആ ചൂടുള്ള ദിവസം രക്ഷപ്പെടാൻ ഏറ്റവും നല്ലത് കടുത്ത ചൂടുള്ള ഈ ദിവസം നിങ്ങൾ നോമ്പെടുക്കുന്നത് തന്നെ. വസൗമുൻ ഫീ ഹർരിൻ ശദീദിൻ ലിയൗമിൻ നുശൂർ. സുബ്ഹാനല്ലാഹ്. ഇതുകൊണ്ടായിരുന്നില്ലേ സഹോദരന്മാരെ, നിങ്ങൾ കേട്ടിട്ടില്ലേ ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന് പറയുന്ന ഭരണാധികാരി, ആ ഹജ്ജാജ് ഇബ്നു യൂസുഫ് യാത്രയിൽ ഇങ്ങനെ നീങ്ങുമ്പോ ഒരു സ്ഥലത്ത് വെച്ച് അദ്ദേഹം പറഞ്ഞു, ആരെങ്കിലും ഭക്ഷണം കഴിക്കാനുണ്ടോ എന്ന് തെരഞ്ഞു നോക്കണം. ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന് പറയുന്ന ഭരണാധികാരി വലിയ രാഷ്ട്രത്തലവനാണ്, വലിയ രാഷ്ട്രീയ നേതാവാണ്. പക്ഷേ അദ്ദേഹം പലപ്പോഴും അനീതി പ്രവർത്തിച്ച മനുഷ്യനാണ്. ധാരാളം ആലിമീങ്ങളെ കൊന്നവനാണ്, ധാരാളം ആലിമീങ്ങളെ വെറുത്തവനാണ്. അവന്റെ ഇച്ഛക്കനുസരിച്ച് മസ്അല പറഞ്ഞു കൊടുക്കാത്തതുകൊണ്ട് ധാരാളം ആലിമീങ്ങളെ കൊന്നവനാണ് ഹജ്ജാജ് ഇബ്നു യൂസുഫ്. ആ ഹജ്ജാജ് ഇബ്നു യൂസുഫ് ഒരു ദിവസം ഒരു നല്ല തോന്നൽ അദ്ദേഹത്തിനുണ്ടായി. അദ്ദേഹം പറഞ്ഞു, ആരെങ്കിലും ഭക്ഷണം കഴിക്കാത്തവരുണ്ടോ ഒന്ന് തെരഞ്ഞു നോക്കണം. മരുഭൂമിയിലൂടെ നടക്കുമ്പോൾ നട്ടുച്ചക്ക് പുതപ്പും പൊതിച്ചൊരു മനുഷ്യൻ കിടക്കുന്നത് കണ്ടു. വിളിച്ചുകൊണ്ടുവന്ന് ഭക്ഷണത്തിന് ക്ഷണിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, രാജാവേ, നിങ്ങൾ ക്ഷണിക്കുന്നതിന് മുമ്പ് എന്നെ മറ്റൊരാൾ ക്ഷണിച്ചുപോയി, അത് ഞാൻ സ്വീകരിച്ചു പോയി. ആരാ ക്ഷണിച്ചത്? എന്നെ ക്ഷണിച്ചത് എന്റെ രാജാവായ റബ്ബാണ്, അള്ളയാണ്. എന്തിനാ ക്ഷണിച്ചത്? നോമ്പെടുക്കാനാണ്. അപ്പോഴാണ് ഈ ഹജ്ജാജിന്റെ ചോദ്യം, ഈ കടുത്ത ചൂടുള്ള ദിവസം നിങ്ങൾ നോമ്പെടുത്തിരിക്കുകയാണോ? അപ്പോഴാണ് ആ മഹാന്റെ മറുപടി, സുംതുലിയൗമിൻ അശദ്ദ മിൻഹു ഹറാ.
ഇന്നുള്ള ചൂട് 15 കോടിയോളം കിലോമീറ്റർ അകലെയുള്ള സൂര്യൻ അവിടെ ഉദിക്കുന്നതിനാലുള്ള ചൂടാണ്. അതേ സൂര്യൻ ഒരു ചാണോ ഒരു മൈലോ മേലെ ഉദിക്കുന്നൊരു ദിവസമുണ്ട്. ആ ദിവസത്തെ ചൂട് ഭയങ്കരമാണ് ഹജ്ജാജി. ആ ചൂടുള്ള ദിവസം രക്ഷ കിട്ടാനാണ് ഈ ചൂടുള്ള ദിവസം ഞാൻ നോമ്പെടുത്തത് കേട്ടോ. ഹജ്ജാജ് ആ സമയത്താ പറഞ്ഞത്, എന്നാൽ നീ ഇന്നത്തെ നോമ്പ് നീ മുറിക്കൂ, നിനക്ക് നാളെയോ മറ്റന്നാളോ മറ്റൊരു ദിവസം പകരമെടുക്കാം. അപ്പോഴാ ഹജ്ജാജിനോട് ഈ മഹാന്റെ ചോദ്യം, ഇന്നത്തെ നോമ്പ് ഞാൻ മുറിച്ചാൽ മറ്റൊരു ദിവസം നോമ്പെടുക്കാൻ എന്റെ ആയുസ് വേറെ ഒരു ദിവസത്തേക്ക് കൂടി ഉണ്ടെന്നതിന് ഗ്യാരണ്ടി തരാൻ ഭരണാധികാരിയായ നിങ്ങൾക്ക് കഴിയുമോ? മറ്റൊരു ദിവസത്തേക്ക് സൽക്കർമ്മം മാറ്റിവെക്കാൻ എന്നെ ഉപദേശിക്കാൻ നിങ്ങൾ ആരാണ്? നിങ്ങൾക്കങ്ങനെ നീട്ടിത്തരാൻ കഴിയുമോ? ഹജ്ജാജ് ആ ചോദ്യത്തിന്റെ മുന്നിൽ വറച്ചുപോയി. അപ്പോഴാ ഹജ്ജാജ് പറഞ്ഞത്, ഓ മനുഷ്യ, നല്ല രുചിയുള്ള ഭക്ഷണമാണ്, അതുകൊണ്ട് ക്ഷണിച്ചതാണ്. അപ്പോഴാ മഹാന്റെ മറുപടി, ഹജ്ജാജേ, അത് നിന്റെ പവറല്ല, നിന്റെ ഭരണത്തിന്റെ പവറുമല്ല, നിന്റെ അധികാരത്തിന്റെ പവറല്ല, നിന്റെ കുക്കിന്റെ പവറല്ല, നിന്റെ മസാലപ്പൊടിയുടെ പവറല്ല. ഇന്നമാ തയ്യബത്തുൽ ആഫിയ, ശരീരത്തിന്റെ ആരോഗ്യമാണ് ഭക്ഷണത്തിന്റെ രുചി നിയന്ത്രിക്കുന്നത്. നിനക്കറിയില്ലേ, പനിക്കുന്ന മനുഷ്യന് എത്ര നല്ല ഭക്ഷണം കൊടുത്താലും അദ്ദേഹത്തിന് രുചി കാണുന്നില്ലല്ലോ. ശരീരത്തിന്റെ ആരോഗ്യമാണ് ഭക്ഷണത്തിന്റെ രുചിക്ക് കാരണം. അത് തരുന്ന രാജാവ് നീയല്ല കേട്ടോ, എന്നെ പടച്ച റബ്ബാണ്. അവന്റെ നിർദ്ദേശമാണ് ഞാൻ സ്വീകരിച്ചത്. സുബ്ഹാനല്ലാഹ്. സഹോദരന്മാരെ, മനുഷ്യൻ ദിവസമെടുക്കുന്ന നോമ്പ്, അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയുന്നു, ഏറ്റവും ചൂടുള്ള ദിവസത്തിൽ രക്ഷപ്പെടാനുള്ള വഴിയാണ്. വസദഖത്തുൻ അലൽ മസാകീനി ലഅല്ലകും തൻജൂന മിൻ അദാബി യൗമിൻ നസീർ. വളരെ വിഷമിക്കുന്ന ദിവസത്തിലുള്ള അദാബിൽ നിന്ന് രക്ഷപ്പെടാൻ പാവപ്പെട്ട ജനങ്ങൾക്ക്, മിസ്കീന്മാർക്ക് ധർമ്മം ചെയ്യലാണ് ഏറ്റവും വലിയ നിദാനം. ധാരാളം ധർമ്മം ചെയ്യാൻ ആ മനുഷ്യൻ ആഖിറത്ത് കുടുങ്ങൂല. അസീറായ ഏറ്റവും വിഷമമുള്ള അദാബിന്റെ ദിവസം അവൻ എങ്ങനെയെങ്കിലും അല്ലാഹു രക്ഷപ്പെടുത്തും. അവനെ രക്ഷപ്പെടുത്താൻ പറയാൻ ഒരുപാട് ആളുകളുണ്ടാകും, അല്ലാഹുവിനോട് റെക്കമെൻഡ് ചെയ്യാൻ ഒരുപാട് സാധുക്കൾ ഉണ്ടാകും. അതിനെന്ത് വേണം? നല്ല ഇഖ്ലാസോടെ കൊടുക്കണം, ധാരാളം കൊടുക്കണം, ധാരാളം കൊടുക്കണം. അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ധാരാളം കൊടുക്കണം, സാധുക്കൾക്ക് ധാരാളം കൊടുക്കണം. അത് ചെറിയ വിഷയം അല്ല. പക്ഷേ മുതലാളിമാർക്ക് കൊടുക്കാൻ ഭയങ്കര മടിയാണ്. സുബ്ഹാനല്ലാഹ്, കൊടുക്കും. എവിടെ? പത്രത്തിൽ പേര് വരാൻ വേണ്ടി കൊടുക്കും, ആളുകളുടെ സ്ഥാനവും മാനവും കിട്ടാൻ വേണ്ടി കൊടുക്കും, പലരും കൊടുക്കും. വളരെ പാവപ്പെട്ട മനുഷ്യനാണ്, നമുക്ക് ഉറപ്പുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് കൊടുത്താൽ അതാരും അറിയൂല, എന്നാ കൊടുക്കൂല. പാവപ്പെട്ട മനുഷ്യന് വേണ്ടി വലിയ ഒരു സ്ഥാനമുള്ള ഒരാൾ പിരിവിന് വന്നാൽ ചിലപ്പോൾ അയാളെ നമ്മൾ കൊടുക്കും. എന്നാൽ പാവപ്പെട്ടവന്റെ കൈ കൊടുക്കാൻ മടിയാണ്. അവനെ കൊടുത്തിട്ടൊരു കാര്യമില്ല, അതാരും അറിയില്ല. നിന്റെ കൊടുതി ഏറ്റവും ലോകത്തെ ഏറ്റവും പരാജയപ്പെട്ടവനാണ്. കാരണം നിന്റെ കൊടുതി അല്ലാഹുവിന് വേണ്ടി കൊടുത്തില്ല. നീ കൊടുത്തതൊക്കെ ജനങ്ങൾക്ക് വേണ്ടി. അല്ലാഹ് തന്നത് മറ്റൊരാൾക്ക് വേണ്ടി കൊടുത്തു. നീ എന്തൊരു നന്ദികേടാ ചെയ്തത്? തന്നതല്ല, കൊടുത്തത് അവന് വേണ്ടിയില്ല, പിന്നെ വേറെ ഒരാൾക്ക് വേണ്ടി. കൊടുത്തവന് വേണ്ടി, തന്നവന് വേണ്ടി നീ കൊടുത്തില്ല. നിന്നെ പോലെ പരാജയപ്പെട്ടവൻ വേറെ ആരാ? അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി നൽകണം. ഏത് അദാബിൽ നിന്നും രക്ഷപ്പെടാൻ അത് വഴിയാണ്. ഇപ്പോൾ ഞാൻ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. വഹജ്ജുൽ അവാഇമിൽ ഉമൂർ, ഏത് വലിയ വലിയ പ്രശ്നങ്ങൾക്കും പരിഹാരം ഹജ്ജ് നിർവഹിക്കലാണ്. ഇത് പറഞ്ഞുകൊണ്ട് മഹാനായ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു വീണ്ടും പറഞ്ഞു, ഞാൻ ഈ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ പ്രസംഗം നിർത്താം. വജഅലുദ് ദുനിയാ മജ്ലിസൈനി, ഈ ഭൗതികമായ ലോകത്തെ നീ രണ്ട് സദസ്സുകളായി കാണണം. മജ്ലിസൻ ഫീ തലബിദ് ദുനിയാ വമജ്ലിസൻ ഫീ തലബിൽ ആഖിറ വസാലിസു യദുറു വലാ യൻഫഉ. മോനെ, ഈ ഭൂമിയിൽ നീ രണ്ട് സദസ്സിലെ പങ്കെടുക്കാവൂ.
ഈ ഭൂമിയിൽ 2 സദസ്സിലേ പങ്കെടുക്കാവൂ.